ഈ കൊള്ളയുടെ രീതിശാസ്ത്രം കേട്ടാൽ ആരും അമ്പരന്ന് പോകും. പ്രത്യേക അന്വേഷണ സംഘം അഥവാ SIT കണ്ടെത്തിയ വിവരങ്ങൾ പ്രകാരം ശബരിമലയിലെ സ്വർണ്ണക്കള്ള ഒരു ദിവസം കൊണ്ട് നടന്ന മോഷണമല്ല, കൃത്യമായ പ്ലാനിങ്ങോടെ നടന്ന ഒരു ഇൻസൈഡർ ഓപ്പറേഷനാണ്. ശബരിമലയിലെ ശ്രീകോവിലിൽ സ്വർണ്ണപ്പാളികൾ പതിപ്പിച്ച കട്ടിളകൾ അറ്റകുറ്റപ്പണി നടത്തണമെന്ന വ്യാജേനയാണ് കളി തുടങ്ങുന്നത്. സാധാരണഗതിയിൽ തന്ത്രിയുടെ അനുമതിയും ദേവസ്വം ബോർഡിന്റെ കൃത്യമായ ഉത്തരവും ഇതിന് വേണം. എന്നാൽ ഇവിടെ നടന്നത് മറിച്ചാണ്. അറ്റകുറ്റപ്പണി വേണമെന്ന് തന്ത്രി ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് SIT ഹൈക്കോടതിയെ അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ആർക്കു വേണ്ടിയാണ് ഈ തട്ടിക്കൂട്ട് അറ്റകുറ്റപ്പണി നടത്തിയത്? ഉത്തരം ലളിതമാണ്: അകത്തുള്ള സ്വർണം പുറത്തെത്തിക്കാൻ. CPM നേതാവായ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്താണ് ഈ ഫയൽ അട്ടിമറികൾ നടക്കുന്നത്. ദേവസ്വം ബോർഡ് മേഡ്സിൽ പിച്ചളപ്പാളി എന്ന് രേഖപ്പെടുത്തിയത് അത് വെട്ടി ചെമ്പ് പാളി എന്നാക്കി മാറ്റിയത് പത്മകുമാർ നേരിട്ടാണെന്ന് SIT കണ്ടെത്തിയിട്ടുണ്ട്. സ്വർണത്തിന്റെ അംശമുള്ള വിലപിടിപ്പുള്ള പാളികളെ വെറും ചെമ്പാക്കി മാറ്റുന്നതിലൂടെ അതിന്റെ മൂല്യം കുറച്ചു കാണിക്കാനാണ് ഇവർ ശ്രമിച്ചത്. സ്വന്തം കൈപ്പടയിൽ അനുവദിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയതോടെ ഈ കൊള്ളയിലെ പൂർണ്ണ ഉത്തരവാദിത്തം പത്മകുമാറിലേക്ക് നീളുകയാണ്. ഭക്തർ നൽകുന്ന കാണിക്കയും സ്വർണവും പരിശോധിക്കാൻ 1000 കണ്ണുകളുണ്ടെന്ന് പറയുന്ന സർക്കാർ സ്വന്തം പാർട്ടി നേതാവ് ഫയലുകളിൽ കള്ളക്കളി നടത്തിയത് അറിഞ്ഞില്ല എന്ന് പറയുന്നത് ആര് വിശ്വസിക്കും? ഗൂഢാലോചനയുടെ ബംഗളൂരു ബന്ധം കേസ് അട്ടിമറിക്കാൻ പ്രതികൾ എത്രത്തോളം ദൂരം പോയി എന്നതിന് തെളിവാണ്. 2024 ഒക്ടോബറിൽ ബംഗളൂരുവിൽ നടന്ന രഹസ്യ കൂടിക്കാഴ്ച. 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും 9-ാം പ്രതി പങ്കജ് ഭണ്ഡാരിയും 10-ാം പ്രതി ഗോവർദ്ധനും ചേർന്ന് നടത്തിയ ഈ മീറ്റിംഗിന്റെ ലക്ഷ്യം കേസ് അട്ടിമറിക്കുക എന്നതായിരുന്നു. 1995 മുതൽ ശബരിമലയിൽ സന്ദർശകനായിരുന്ന ഗോവർദ്ധന് ശ്രീകോവിലെ സ്വർണ്ണപ്പാളികളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അയ്യപ്പന്റെ സ്വർണം തട്ടിയെടുക്കാൻ വർഷങ്ങളായി വലവിരിച്ചു കാത്തിരുന്ന ഒരു മാഫിയ സംഘവും ദേവസ്വം ബോർഡിലെ ഉന്നതരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇവിടെ വെളിച്ചത്ത് വരുന്നത്. LDF സർക്കാരിനോട് ചില ചോദ്യങ്ങളുണ്ട്. ഇവിടെയാണ് പിണറായി സർക്കാരിന്റെ ഇരട്ടത്താപ്പ് പുറത്താകുന്നത്. വിശ്വാസ സംരക്ഷണത്തിന് തെരുവിലിറങ്ങിയ അയ്യപ്പ ഭക്തർക്കെതിരെ 5000-ത്തിലധികം കേസുകൾ എടുത്ത ഈ സർക്കാർ സ്വന്തം നേതാക്കൾ സ്വർണം മോഷ്ടിച്ചപ്പോൾ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? 2019 നടന്ന ഈ കൊള്ള പുറം ലോകം അറിയാതിരിക്കാൻ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഉദ്യോഗസ്ഥർ ഫയലുകൾ പൂഴ്ത്തിയത്? ദേവസ്വം ബോർഡ് അംഗമായിരുന്ന ശങ്കരദാസിനെ 11-ാം പ്രതിയാക്കിയതോടെ CPM നോമിനികൾ മുഴുവൻ ഈ കൊള്ളയിൽ പങ്കാളികളാണെന്ന് വ്യക്തമാക്കിയില്ലേ? ക്ഷേത്രത്തിലെ പണം സർക്കാർ ഖജനാവിലേക്ക് വേണമെന്ന് വാശി പിടിക്കുന്നവർ ആ ക്ഷേത്രത്തിലെ സ്വർണം സ്വന്തം പോക്കറ്റിലേക്ക് പോയപ്പോൾ കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു. ഇത് അയ്യപ്പ ഭക്തരോടുള്ള പരസ്യമായ യുദ്ധപ്രഖ്യാപനമാണ്. SIT ഇപ്പോൾ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട് ഒരു തുടക്കം മാത്രമാണ്. അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ കടത്തിക്കൊണ്ടുപോയ ആ സ്വർണ്ണപ്പാളികൾ ഇപ്പോൾ എവിടെയാണ്? അത് ഉരുക്കി വിറ്റോ അതോ ആരുടെയെങ്കിലും സ്വകാര്യ ശേഖരത്തിലുണ്ടോ? ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ വരുമ്പോൾ കേരളം ഞെട്ടുന്ന കൂടുതൽ സത്യങ്ങൾ പുറത്തുവരും. യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവ് എത്രയാണെന്ന് പുറം ലോകം അറിയണം. ഈ അഴിമതിയിൽ പങ്കാളികളായ ഓരോ ഉന്നതനെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതുവരെ നമുക്ക് വിശ്രമിക്കാനാവില്ല.